അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രമുഖ വ്യക്തിയുടെ ഒരു പ്രമുഖ മകളുടെ പ്രസവ വീഡിയോ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിൽ പല ആളുകളും ആ വീഡിയോ കണ്ടവരായിരിക്കും. നമുക്കറിയാം, ഇന്ന് ഒരാൾ ഉണർന്നത് മുതൽ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടോ അത് മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ് ഇന്ന്. എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ബാത്റൂമിൽ പോകുന്നതടക്കം എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. ഇതിനിടക്ക് പല ചാനലുകളിലും പല പ്രമുഖരായ വലിയ ഫോളോവേഴ്സുള്ള പല ചാനലുകളിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മളൊക്കെ നിരന്തരം കാണുന്നതാണ്. അഥവാ പ്രഗ്നൻ്റ് ആയത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇവരുടെ ഓരോ കാര്യങ്ങളും, പ്രസവം വരെ, അവിടെ നിന്ന് പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ 40ഉം 90ഉം എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അത് മുഴുവനും A to Z കാര്യങ്ങൾ മുഴുവനും തൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വലിയ വലിയ ബ്ലോഗർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ നമുക്കിടയിലുണ്ട്. എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. ഇതുവരെ ഡെലിവറി ആ ഒരു രംഗങ്ങൾ ഷൂട്ട് ചെയ്തതായിട്ട് മലയാളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഒരു പ്രമുഖ വ്യക്തിയുടെ പ്രമുഖ മകളുടെ ഡെലിവറി ആ ഒരു ഹോസ്പിറ്റൽ ഉള്ളിൽ വെച്ച് ലേബർ റൂമിനകത്ത് വെച്ചുകൊണ്ടുള്ള വീഡിയോ വരെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒരു ധൈര്യം ആരും എടുത്തിരുന്നില്ല. പക്ഷേ ഇവർ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് അത്തരം രംഗങ്ങൾ പകർത്തിക്കൊണ്ട് ഇതും സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പലരും കണ്ടതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരം രംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുത് എന്ന് പറയാനുള്ള കാരണം, അതിലേക്ക് ഞാൻ വരാം. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം രംഗങ്ങൾ പകർത്തുന്നതിനെ പല ആളുകളും എതിർത്ത് രംഗത്ത് വരുന്നവരും, അതുപോലെ തന്നെ എന്നാൽ ഈ എതിർത്തവരെ എതിർത്തുകൊണ്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് ഇതിന് കുഴപ്പം, എല്ലാവരും കാണട്ടെ, എല്ലാവരും അറിയട്ടെ, അതൊരു പ്രസവമാണ്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത് അതെല്ലാവരും അറിയണം, പുരുഷന്മാർ കാണണം, സ്ത്രീകൾ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആധുനിക പുരോഗമനമായിട്ടുള്ള ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഫെമിനിസം വളർത്തുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം രംഗങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഈ വീഡിയോ സത്യത്തിൽ ഇത്തരം വീഡിയോകൾക്കൊക്കെ ബാൻ ഉള്ളതാണ്. ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നമുക്ക് എല്ലാതും വലിച്ചു കൊണ്ടിടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമല്ല. കൃത്യമായിട്ടുള്ള നിയമങ്ങളും പോളിസികളും എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കുമുണ്ട്. അതിന് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും കൃത്യമായിട്ട്, ഇപ്പോൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മളൊരു അക്കൗണ്ട്, നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു വലിയ ഒരു ഷീറ്റ് തന്നെ നമുക്ക് അവർ വായിക്കാൻ വേണ്ടി തരും. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ. ഈ നിയമങ്ങളിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇത്തരം വളരെ പാനിക്കാക്കുന്ന അല്ലെങ്കിൽ ഗർഭിണികൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ മക്കളെയൊക്കെ പാനിക്കാക്കുന്ന, അവർ ടെൻഷൻ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ, രംഗങ്ങൾ പകർത്താൻ പാടില്ല എന്നൊക്കെ പല നിയമങ്ങളെ കൂട്ടത്തിൽ അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പകർത്തരുതെന്ന് പറയുന്നത് വളരെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നത് വലിയ പ്രായപൂർത്തിയായ സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല, ഇത് കാണുന്ന കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകളും ഇത് കാണും. യൂട്യൂബിലൊക്കെ ഉണ്ട് ഡെലിവറി വീഡിയോകളൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ 3D അല്ലെങ്കിൽ ആനിമേഷൻ, ആ രൂപത്തിൽ പഠന സംബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഒരു 3D ആനിമേഷൻ വീഡിയോ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 3D ആനിമേഷൻ രൂപത്തിലുള്ള വീഡിയോകളൊക്കെ ധാരാളം യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ അത്തരം വീഡിയോകൾക്ക് പോലും പല ലിമിറ്റുകളും പല നിബന്ധനകളും വെച്ചുകൊണ്ടാണ് അവർ പബ്ലിഷ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരം ചാനൽ പൂട്ടും. ഇതുപോലുള്ള രംഗങ്ങൾ, വൾഗറായിട്ടുള്ള രംഗങ്ങൾ കാണിച്ചാൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നാൽ അവർ കൃത്യമായിട്ട് പരിശോധിക്കും. ഇത് നിയമത്തിനെതിരായി കഴിഞ്ഞാൽ, ഒരു സ്ത്രീ കിടന്ന് വളരെ അട്ടഹസിക്കുന്നു, കരയുന്നു, അപ്പോൾ തന്നെ മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്നത് ഗർഭിണികളായ സ്ത്രീകളും ഇത്തരം രംഗങ്ങൾ കാണും. ഇതൊരു വ്ളോഗ് എന്നുള്ള ഒരു തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു തീമിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയിട്ട് ഇത് വ്ളോഗ് എന്നൊരു തീമിൽ ഇത് പെടുത്തിയിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന കൂട്ടത്തിൽ ഗർഭിണികളായ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഗർഭിണികളായ സ്ത്രീകളും ഇത്തരം രംഗങ്ങൾ കാണും. കാരണം ഇതൊരു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതിന് റീച്ച് കിട്ടുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് പ്രചരിക്കുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണല്ലോ.
അതിൽ കൂടുതൽ എൻഗേജ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളിലേക്ക് ഇത് കൊടുക്കുകയാണ്. ഈ കിട്ടുന്നതിന് ചിലപ്പോൾ ഗർഭിണികളായ സ്ത്രീകളിലേക്കും ഇത് എത്തും. മാത്രമല്ല അവരുടെ ചാനലിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് മറ്റു പലരും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗർഭിണികളായ സ്ത്രീകളിലേക്ക് കൂടെ ഇത് എത്തുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇതുവരെ പ്രസവിക്കാത്ത ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? അതും കൂടെ ഇവർ ചിന്തിക്കണം. അല്ലെങ്കിൽ ചെറിയ മക്കൾ, അവരിലേക്കും ഇതെത്തും. ഇതൊക്കെ അവർ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഗർഭിണികളായ ആദ്യമായിട്ട് പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകളിലേക്കൊക്കെ ഇത്തരം വീഡിയോകൾ എത്തുമ്പോൾ അവരിത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഇത്തരം രംഗങ്ങളെല്ലാം അവർ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിയമങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത്. നമ്മളൊക്കെ പറയും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സത്യത്തിൽ യൂറോപ്യന്മാരാണ്. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും മറ്റ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ CEO അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓണർമാരെന്ന് പറയും യൂറോപ്യന്മാരാണ്. യൂറോപ്യന്മാരൊക്കെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് ഇവിടുത്തെ പുരോഗമനവാദികൾ മാത്രമേ അത് പറയൂ. ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് എന്തും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. കൃത്യമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇത്തരം രംഗങ്ങൾ നമ്മൾ മാത്രമല്ല കാണുന്നത്, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പുരുഷന്മാരും സ്ത്രീകളും മാത്രമല്ല കാണുന്നത്, ഗർഭിണികളായ സ്ത്രീകളും കൂടെ ഇത്തരം രംഗങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ അവരുടെ രക്തസമ്മർദ്ദം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു നോർമലൈസായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് പാനിക്കാക്കുന്ന കാര്യങ്ങൾ കാണുകയും അത് കണ്ടുകൊണ്ട് അവർ കൂടുതൽ ടെൻഷൻ അടിക്കുകയും അത് വലിയൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് നീങ്ങുകയും പിന്നീട് പ്രസവം വലിയ ഒരു പെയിൻഫുള്ളായി മാറുകയും അല്ലെങ്കിൽ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ആകാനും ഒക്കെ സാധ്യത ഉണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം രംഗങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. പല ഹോസ്പിറ്റലുകളിലൊന്നും ഇത്തരം ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി കൊടുക്കാറില്ല. ലേബർ റൂമിലേക്ക് ഒരു പുരുഷനെ കടത്തിവിടാറോ അല്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ഇത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനോടൊന്നും പല ഹോസ്പിറ്റലുകളും അനുമതി കൊടുക്കാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഇതിലെന്തെങ്കിലും ചെറിയ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കാം. ഒരു പുരുഷനും പ്രസവം എന്നുള്ള സംഭവം നിസ്സാര കാര്യമാണെന്ന് ഒരു പുരുഷനും ഇവിടെ പറയില്ല. പ്രസവം വളരെ മഹത്തായൊരു കാര്യമാണ്, ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതിനെ ബഹുമാനിക്കുന്നവരാണ്. ആർക്കും പ്രസവത്തിന് നിസ്സാരമായി കാണുന്നവരോ ഒന്നുമല്ല, ഒരു പുരുഷൻ നിസ്സാരമായിട്ട് കാണുന്നവരല്ല. പക്ഷേ ഇത്തരം രംഗങ്ങൾ നിരന്തരമായിട്ട് ഒരു പ്രചോദനമാകുമ്പോൾ ഇനി കൂടുതൽ ഇതിന് സ്വീകാര്യത കിട്ടിയെന്ന് അറിഞ്ഞാൽ ഇനി ഇതൊരു ട്രെൻഡായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പല വീഡിയോകളും നമ്മൾ മാത്രമല്ല കാണുന്നത്, ഇതിലൂടെ കാണുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കിയാൽ അത് വളരെ നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.